മീരയുടെ കുടുംബം പൂർണ്ണതയുള്ളതാണെന്ന് എല്ലാവരും കരുതി. അവൾ തന്റെ ഭർത്താവിനെ പിന്തുടരുകയും രണ്ടാമത്തെ വീട്, ഒരു രഹസ്യ സ്ത്രീ, അവനെ അച്ഛാ എന്ന് വിളിക്കുന്ന ഒരു കുട്ടി എന്നിവ കണ്ടെത്തുകയും ചെയ്യുന്ന ദിവസം വരെ. ഇത് വിശ്വാസവഞ്ചനയെക്കുറിച്ചുള്ള ഒരു കഥ മാത്രമല്ല, ഒരു സ്ത്രീ ഹൃദയാഘാതത്തെ പ്രതികാരമാക്കി മാറ്റിയത് ഇങ്ങനെയാണ്. മീരയുടെ അയൽപക്കത്തുള്ള എല്ലാവരും ഒരേ കാര്യം പറയുമായിരുന്നു: അവളുടെ കുടുംബം പൂർണ്ണതയുള്ളവരായിരുന്നു. അരുൺ എന്ന സ്നേഹനിധിയായ ഭർത്താവ്, 2 മിടുക്കരായ കുട്ടികൾ, ചിരി നിറഞ്ഞ സമാധാനപരമായ വീട്. ആരെങ്കിലും "നീ എത്ര ഭാഗ്യവതിയാണ്" എന്ന് പറയുമ്പോഴെല്ലാം മീര പുഞ്ചിരിച്ചു. എന്നാൽ ഉള്ളിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് മീര പതുക്കെ മനസ്സിലാക്കി. അവളുടെ ഭർത്താവ് അരുൺ നല്ല ജോലിയുള്ള ബഹുമാന്യനായ ഒരു മനുഷ്യനായിരുന്നു. എല്ലാ ദിവസവും രാവിലെ അവൻ അവളെ ചുംബിച്ചു, എല്ലാ വൈകുന്നേരവും അവൻ കുട്ടികളെ കെട്ടിപ്പിടിച്ചു. എല്ലാവർക്കും വേണ്ടി അവൻ പുഞ്ചിരിച്ചു: സുഹൃത്തുക്കൾ, അയൽക്കാർ, സഹപ്രവർത്തകർ. പക്ഷേ ആ പുഞ്ചിരികൾക്ക് പിന്നിൽ മീര കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. അരുണിന്റെ ഫോൺ എപ്പോഴും മറഞ്ഞിരുന്നു, എപ്പോഴും നിശബ്ദതയിലാണ്. അപരിചിതമായ സമയങ്ങളിൽ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. അവൻ ഫോണിൽ മന്ത്രിക്കും, നിശബ്ദമായി ചിരിക്കും, ക്ഷീണിച്ച മുഖത്തോടെ വീട്ടിലേക്ക് വരും. ഒരു രാത്രി മീരയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. പുലർച്ചെ 1 മണിക്ക് അരുൺ പുറത്ത് ഫോണിൽ സംസാരിക്കുന്നത് അവൾ കണ്ടു. വർഷങ്ങളായി കാണാത്ത രീതിയിൽ പുഞ്ചിരിക്കുന്നു. എന്തോ ശരിയല്ലെന്ന് അവളുടെ ഹൃദയം അവളോട് പറഞ്ഞു. പക്ഷേ അവൾ മൗനം പാലിച്ചു. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. മീര ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു. താൻ ഉപയോഗിക്കാത്ത ഒരു പെർഫ്യൂമിന്റെ ഗന്ധം, ഒരിക്കലും ലഭിക്കാത്ത സമ്മാനങ്ങൾക്കുള്ള ആഭരണ രസീതുകൾ. അവരുടെ ജോയിന്റ് അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെട്ടു. ഒരു ദിവസം അലമാര വൃത്തിയാക്കുന്നതിനിടയിൽ മീര ഒരു വജ്രമാലയുടെ ഒളിപ്പിച്ച ബിൽ കണ്ടെത്തി. വിലയേറിയത്, മനോഹരം. പക്ഷേ തീർച്ചയായും തന്റേതല്ല. അവൾ രസീത് കണ്ടെത്തിയ സ്ഥലത്ത് തിരികെ വച്ചു. കണ്ണുനീർ വേണ്ട, ചോദ്യങ്ങളൊന്നുമില്ല. അപ്പോഴാണ് അവൾ തീരുമാനിച്ചത്: അവൾ സത്യം കണ്ടെത്തും, സ്വയം. ഒരു ഉച്ചതിരിഞ്ഞ് ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടുന്നതായി നടിച്ച് മീര നിശബ്ദമായി അരുണിനെ പിന്തുടർന്നു. അവൻ ഓഫീസിൽ പോയില്ല. അവൻ തന്റെ സഹപ്രവർത്തകരെ കണ്ടില്ല. പകരം അവൻ നഗരത്തിന്റെ മറ്റൊരു ഭാഗത്തുള്ള ഒരു ചെറിയ വീട്ടിലേക്ക് വണ്ടിയോടിച്ചു. മീര ദൂരെ പാർക്ക് ചെയ്ത് നോക്കി. അരുൺ വാതിലിൽ മുട്ടി. ഒരു സ്ത്രീ അത് തുറന്നു. അവർ പ്രണയികളെപ്പോലെ കെട്ടിപ്പിടിച്ചു. അവർ ചിരിച്ചു. അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. മീര കാറിൽ മരവിച്ചു ഇരുന്നു. ആ സ്ത്രീയുടെ പേര് പ്രിയ എന്നായിരുന്നു. ഇളയവൾ, സുന്ദരി, ഒരു കൊച്ചുകുട്ടിയുമായി ഒറ്റയ്ക്ക് താമസിക്കുന്നു. ആ കുട്ടി അരുണിനെ അച്ഛാ എന്ന് വിളിച്ചു. മീരയുടെ പൂർണ്ണതയുള്ള ലോകം തകർന്നു. അവളുടെ പൂർണ്ണതയുള്ള ഭർത്താവ് 2ാം ജീവിതം നയിക്കുകയായിരുന്നു. മറ്റൊരു വീട്, മറ്റൊരു സ്ത്രീ, മറ്റൊരു കുട്ടി. പക്ഷേ മീര തകർന്നില്ല. ഇതുവരെ ഇല്ല. അവൾ സ്വയം സംയമനം പാലിച്ചു. അവൾ കൂടുതൽ ആഴത്തിൽ അന്വേഷിക്കാൻ തുടങ്ങി. അവൾ ഒരു സ്വകാര്യ ഡിറ്റക്ടീവിനെ നിയമിച്ചു. അടുത്തതായി അവൾ കണ്ടെത്തിയത് ഒരു അവിഹിത ബന്ധത്തേക്കാൾ വളരെ മോശമായിരുന്നു. അരുൺ വർഷങ്ങളായി ഇരട്ട ജീവിതം നയിക്കുകയായിരുന്നു. വ്യാജരേഖകൾ, രഹസ്യ ബാങ്ക് അക്കൗണ്ടുകൾ, പ്രിയയുടെ വീട് നിലനിർത്താൻ മീരയുടെ പേരിൽ എടുത്ത വായ്പകൾ. അവളുടെ പരേതനായ പിതാവിന്റെ അനന്തരാവകാശ സ്വത്ത് പോലും അരുൺ മോഷ്ടിച്ചു. മീരയുടെ സങ്കടം തണുത്ത കോപമായി മാറി. ഒരു ദിവസം അവൾ പ്രിയയെ കണ്ടുമുട്ടി. അവളെ കൂടുതൽ ഞെട്ടിച്ച കാര്യം, അരുൺ വിവാഹിതനാണെന്ന് പ്രിയയ്ക്ക് അറിയില്ലായിരുന്നു. അരുൺ 2 പേരോടും കള്ളം പറഞ്ഞിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് പ്രിയ മരിച്ചുവെന്ന് പ്രിയയോട് പറഞ്ഞു. കുടുംബത്തിന്റെ ഭാവിക്കായി താൻ ഓവർടൈം ജോലി ചെയ്തതായി മീരയോട് പറഞ്ഞു. 2 സ്ത്രീകളും നിശബ്ദരായി ഒരുമിച്ച് ഇരുന്നു. 2 കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകി. ഒരേ പുരുഷൻ 2 ജീവിതങ്ങൾ നശിപ്പിച്ചു. പക്ഷേ അവർ ആ കണ്ണുനീർ തുടച്ചു. അവർ ഒരുമിച്ച് തീരുമാനിച്ചു: ഇനി കരയേണ്ടതില്ല, ഇനി നിശബ്ദതയില്ല. അവർ അവനെക്കൊണ്ട് ഉത്തരം പറയിപ്പിക്കും. ശ്രദ്ധാപൂർവം, നാടകീയതയില്ലാതെ അവർ തെളിവുകൾ ശേഖരിച്ചു. ഫോൺ കോളുകളുടെ റെക്കോർഡിംഗുകൾ, സന്ദർശനങ്ങളുടെ ഫോട്ടോകൾ, ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ, നിയമപരമായ രേഖകൾ. അവർ ശരിയായ ദിവസത്തിനായി കാത്തിരുന്നു. അരുണിന്റെ ജന്മദിനത്തിൽ മീര എല്ലാവരെയും ക്ഷണിച്ചു. അവന്റെ സുഹൃത്തുക്കൾ, ഓഫീസ് ജീവനക്കാർ, അവന്റെ ബോസ് പോലും. ഒരു വലിയ ആഘോഷം. അരുൺ ചിരിച്ചു, കേക്ക് മുറിച്ചു, പ്രസംഗം നടത്തി. പിന്നെ മീര എഴുന്നേറ്റു. അവൾ റെക്കോർഡിംഗുകൾ ഉച്ചത്തിൽ പ്ലേ ചെയ്തു. പ്രിയയുമായുള്ള സംഭാഷണങ്ങൾ, അവൻ പറഞ്ഞ കള്ളങ്ങൾ, വ്യാജരേഖകൾ, മറഞ്ഞിരിക്കുന്ന അക്കൗണ്ടുകൾ. എല്ലാവരും നിശബ്ദരായി നിന്നു. എല്ലാവരുടെയും മുഖങ്ങളിൽ ഞെട്ടൽ. പോലീസ് എത്തി. മീര മുൻകൂട്ടി പരാതി നൽകിയിരുന്നു. വഞ്ചന, സാമ്പത്തിക കുറ്റകൃത്യം. അയാൾക്ക് അത് നിഷേധിക്കാൻ കഴിഞ്ഞില്ല. ആ ആളുകളുടെയെല്ലാം മുന്നിൽ അല്ല. അന്ന് അയാൾ അറസ്റ്റിലായി. വാർത്ത കാട്ടുതീ പോലെ പടർന്നു. പൂർണ്ണതയുള്ള മനുഷ്യൻ, പൂർണ്ണതയുള്ള കുടുംബം, എല്ലാം തുറന്നുകാട്ടപ്പെട്ടു. പക്ഷേ മീര തകർന്നില്ല. അവൾ സ്വതന്ത്രയായിരുന്നു. തുടർന്നുള്ള മാസങ്ങളിൽ മീര അരുണിനെ വിവാഹമോചനം ചെയ്തു. അവളുടെ സാമ്പത്തിക നിയന്ത്രണം ഏറ്റെടുത്തു.
അവളുടെ കുട്ടികളുടെ ഭാവി സംരക്ഷിച്ചു. അവൾ ഒരു ചെറിയ ബിസിനസ് ആരംഭിച്ചു. അവളുടെ വേദനയിൽ ശക്തി കണ്ടെത്തി. പിന്നെ അവൾ ഒരു പുതിയ നഗരത്തിലേക്ക് താമസം മാറി, മകനോടൊപ്പം ഒരു പുതിയ ജീവിതം ആരംഭിച്ചു. രണ്ടു സ്ത്രീകളും ബന്ധം തുടർന്നു. കയ്പില്ല, ലജ്ജയില്ല, ശക്തി മാത്രം. കാരണം അവർ ഇരുവരും ശക്തമായ ഒന്ന് പഠിച്ചു: ഒരു നുണയും എന്നേക്കുമായി മറഞ്ഞിരിക്കില്ല, ഒരു വഞ്ചനയും അവസാനം വിജയിക്കില്ല. സത്യം എല്ലായ്പ്പോഴും ഉയിർത്തെഴുന്നേൽക്കാൻ ഒരു വഴി കണ്ടെത്തുന്നു. മീര തന്റെ കുട്ടികളെ ഈ പാഠവും പഠിപ്പിച്ചു: തികഞ്ഞ പുഞ്ചിരികളിൽ വഞ്ചിതരാകരുത്. സത്യം അന്വേഷിക്കുക. നിങ്ങളെ തകർക്കുന്നതിൽ നിന്ന് അകന്നു പോകാൻ ശക്തരായിരിക്കുക. മീര ധീരയാണെന്ന് ആളുകൾ ഇപ്പോഴും പറയുന്നു. അവർ അവളുടെ ശക്തിയെ അഭിനന്ദിക്കുന്നു. പക്ഷേ മീര ഇപ്പോൾ പുഞ്ചിരിക്കുന്നു. ധനിക്കുവേണ്ടി, മറ്റുള്ളവർക്കുവേണ്ടിയല്ല, ഒരു വ്യാജ പ്രതിച്ഛായയും സംരക്ഷിക്കാനല്ല. പൂർണ്ണ കുടുംബമെന്ന് വിളിക്കപ്പെടുന്ന എല്ലാത്തിനും പിന്നിൽ രഹസ്യങ്ങൾ ഉണ്ടാകാം. പക്ഷേ അവസാനം ധൈര്യം എപ്പോഴും വിജയിക്കും. സത്യം എപ്പോഴും തിരിച്ചുവരും. ഇരുണ്ട രാത്രിക്കു ശേഷം വെളിച്ചം പോലെ. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇങ്ങനെ അത്ഭുതപ്പെടുത്തുന്ന ത്രില്ലിംഗ് കഥകൾ ഇതിൽ തുടരുന്നു. ഈ കഥയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. ഇനി വരാം മറ്റൊരു അത്ഭുതം നിറഞ്ഞ കഥയുമായി.